ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മലയിടം തുരുത്ത് ഒഴിപ്പിക്കലിൽ സർക്കാർ സാധാരണക്കാർക്കൊപ്പമെന്ന മന്ത്രി റോജി എം ജോൺ. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരാൻ ചർച്ചകളിലൂടെ വഴി തേടും. കാഞ്ഞിരപ്പള്ളിക്ക് സമാനമായി പൊൻകുന്നം ടൗൺ ഗതാഗതക്കുരുക്കിൽ വലയുന്നു. റോഡരികിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ കർശന നടപടി വേണമെന്ന് ആവശ്യം. വാണിജ്യ പാചകവാതക വിലവർധനയും ലഭ്യതക്കുറവും. ഹോട്ടലുകൾ നടത്തിപ്പ് ബുദ്ധിമുട്ടിലേക്കെന്ന് ഹോട്ടൽ ഉടമകൾ. ആഹാര സാധനങ്ങളുടെ വിലവർധന കച്ചവടത്തെ ബാധിക്കുന്നതായും ആക്ഷേപം. മമ്മൂട്ടിക്ക് MG സർവകലാശാലയുടെ ആദരം. ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. മലയിടം തുരുത്ത് ഒഴിപ്പിക്കലിൽ സാധാരണക്കാർക്കൊപ്പമാണ് സർക്കാരെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പ്രദേശവാസികൾക്ക് നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചർച്ചകളിലൂടെ വഴി തേടുമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടൊപ്പമാണ് സർക്കാർ. അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് മുൻപങ്കം ഉണ്ടാവാത്ത വിധം സർക്കാർ തന്നെ ഈ വിഷയത്തിൽ കോടതിയിൽ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് അല്ലെങ്കിൽ കോടതിയിൽ അങ്ങനെ ഒരു മൂവായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ നമുക്ക് ഇപ്പോൾ സാവകാശം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുവാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അതൊരു സെറ്റിൽഡ് മാറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മെറിറ്റിലേക്ക് പോകാനായിട്ട് നമുക്ക് നിയമപരമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ചത്തെ സമയം കോടതി തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബന്ധപ്പെട്ട കക്ഷികളുമായി സംസാരിച്ച് അമിക്കബിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം തീർച്ചയായിട്ടും നമുക്ക് അത് ക്യാമ്പസുകളിൽ വലിയൊരു ചരിത്രവും പാരമ്പര്യവും ഉള്ളതാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ഇന്ന് കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ കടന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ കൂടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ക്യാമ്പസുകളിൽ അത് സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സർക്കാർ അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് അതിനുള്ള ഒരു ഫോർമൽ സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അത് പരിഗണനയിലാണ്. അതുണ്ടാവും. ഗതാഗത കുരുക്കിൽ വലഞ്ഞ പൊൻകുന്നം ടൗൺ. ദിവസവും രാവിലെയും വൈകുന്നേരവും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. റോഡിന്റെ വശങ്ങളിലെ അനധികൃത പാർക്കിംഗ് ആണ് കുരുക്കിന് കാരണം. ഗതാഗത കുരുക്കിൽ വലഞ്ഞ് പൊൻകുന്നം ടൗൺ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് പൊൻകുന്നം ടൗണിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ദേശീയപാതയിൽ കൂടാതെ ചിറക്കടവ് റോഡിലും പാലാ റോഡിലും നിറഞ്ഞെത്തുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം ടൗണിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് രാവിലെ ചിറക്കടവ് റോഡിൽ ചിറക്കടവ് ബാങ്ക് പടിക്കൽ വരെയും പാലാ റോഡിൽ അട്ടിക്കൽ വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ടൗണിൽ നിന്നും കിഴക്കോട്ട് ചേപ്പുംപാറ വരെയും എതിർവശത്ത് 20-ാം മൈൽ വരെയും വാഹനങ്ങൾ കുരുങ്ങി. കാഞ്ഞിരപ്പള്ളി ടൗണിനൊപ്പം ബ്ലോക്കാണ് പല ദിവസങ്ങളിലും പൊൻകുന്നത്തും അനുഭവപ്പെടുന്നത്. ചിറക്കടവ് റോഡിൽ നിന്നും ടൗണിലേക്ക് കയറുന്ന ഭാഗത്തുണ്ടാകുന്ന കുരുക്കാണ് ടൗണിനെ ആകെ വലയ്ക്കുന്നത്. ഇതിന് സിഗ്നൽ സംവിധാനം അടക്കം ഏർപ്പെടുത്തി ഗതാഗതം നിയന്ത്രിക്കണമെന്ന് ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. കൃത്യമായ രീതിയിലല്ലാതെ വണ്ടി പാർക്ക് ചെയ്യുന്നത്, പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഈ മണിമല ഭാഗത്തു നിന്ന് കയറി വരുന്ന വണ്ടികൾ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഇല്ല അവിടെ. ഏത് വണ്ടി കയറി വരുന്നോ ഇപ്പം മറ്റുള്ളവർക്ക് അറിയത്തില്ല, നമുക്ക് ഇവിടെ മെയിൻ റോഡ് ഇതാണെന്നുള്ളതോ അറിയത്തില്ല. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർ അതനുസരിച്ച് ഇങ്ങ് കയറി വരും. കയറി വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ KK റോഡ് കോട്ടയം കുമളി റോഡിൽ നിന്ന് വരുന്ന വണ്ടികൾ അവരെ വകവയ്ക്കാതെ ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായാൽ തന്നെ നമ്മുടെ പൊൻകുന്ന സ്റ്റാൻഡിലെ പകുതി ബ്ലോക്കുകൾ മാറും. പിന്നെ കടകളിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടികൾ ഇപ്പോൾ നമുക്കറിയാം പമ്പിൻ്റെയൊക്കെ ആ ഭാഗത്താണെങ്കിലും ഒട്ടനവധി മീൻ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ പാർക്കിംഗ് കഴിഞ്ഞിട്ട് വണ്ടി ശരിക്കും പറഞ്ഞാൽ നാഷണൽ ഹൈവേയിലേക്ക് റിവേഴ്സിൽ ഇറങ്ങാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അത് വകവയ്ക്കാതെ തന്നെ നേരെ ഫ്രണ്ട് കയറ്റിയിടുന്നു. തിരിച്ചിറങ്ങി വരുന്നത് റിവേഴ്സിൽ നാഷണൽ ഹൈവേയിലോട്ട് കയറുമ്പോൾ അന്നേരം ബ്ലോക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ നമുക്ക് അധികാരികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു പരിവരെയുള്ള ബ്ലോക്കുകൾ പൊൻകുന്നം ടൗണിൽ നിന്ന് മാറാനാണ് സാധ്യത. അപ്പുറത്തെ സിഗ്നൽ നിൽക്കുന്ന സമയത്ത്, ഓഫാകുന്ന സമയത്ത് ഇവിടുന്ന് കയറുന്ന വണ്ടി അവിടെ ബ്ലോക്കാകുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 ബസ് ഇറങ്ങി വരും. ഈ ബസ് വാലേ 2-3 ബസ് ഇറങ്ങി റോഡ് KK റോഡ് ബ്ലോക്കാകുന്നു. ഇങ്ങനെയാണ് ഈ പൊൻകുന്നം ടൗൺ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാനായിട്ട് അപ്പുറത്ത് വെച്ചിരിക്കുന്ന സിഗ്നലെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ സിഗ്നൽ സംവിധാനം വരികയും അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഇത് പോകാനുള്ള സംവിധാനമില്ലെങ്കിൽ പൊൻകുന്നം
നമ്മൾ സാധാരണ കേൾക്കുന്ന കാഞ്ഞിരപ്പള്ളിയാണ് ഏറ്റവും വലിയ ബ്ലോക്ക് എന്നാണ്. അതിൻ്റെ 4 ഇരട്ടി ബ്ലോക്കാണ് ഇപ്പോൾ പൊൻകുന്നത്ത്. ടൗണിനും KVMS ജംഗ്ഷനും ഇടയിലുള്ള മീൻകടകളിലെത്തുന്ന ആളുകൾ വാഹനങ്ങൾ റിവേഴ്സിൽ ദേശീയപാതയിലേക്ക് തിരികെ കയറ്റുന്നതും ഡ്രൈവിംഗ് സ്കൂളുകളുടെ വണ്ടികളും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നുണ്ട്. പൊൻകുന്നം ടൗണിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ആകുന്ന മീൻകട. പൊൻകുന്നം ടൗണിൽ തന്നെ നമുക്കറിയാം, ശാന്തിപ്പടിക്ക് KVMS തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 3 മീൻകട അടുത്ത്. അവിടെ അനധികൃതമായ പാർക്കിംഗ്, കണ്ടവനം പാർക്കിംഗാണ്. അവിടുത്തെ പാർക്കിംഗ് ഒരു പരിധി വരെ നമുക്ക് ഈ ടൗൺ ബ്ലോക്കിന് പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരെ പഠിപ്പിക്കുന്ന വണ്ടി ടൗണിൽ കണ്ടവൻ ശല്യമാണ്. ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കുന്നത്, ടൗണിൽ കൂടെ പഠിപ്പിക്കുന്നത്, അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ വണ്ടി കയറി ഇറങ്ങി പോകാനുള്ള സമയമാണ് ഈ ചെറുക്കട വഴിക്കത്തെ ബ്ലോക്ക് 2 സൈഡിലും പാർക്കിങ്ങാണ്. അന്യായ പാർക്കിങ്ങാണ്, ഭയങ്കര പാർക്കിങ്. 2 തന്നെ ടൗണിലാണെങ്കിലും സാധനം മേടിക്കാൻ, ഒരു തീപ്പെട്ടി മേടിക്കാൻ വരുന്നതിനും കാറുമായിട്ടാണ് വരുന്നത്. അത് പാർക്കിംഗ് ഒരു പരിധി വരെ പ്രശ്നമാണ്. പാർക്കിംഗ് പോലീസ് അധികാരികൾ യാതൊരു ശ്രദ്ധയില്ല. പോലീസ് ടൗൺ ഹോം ഗാർഡേ ഉള്ളൂ. ഹോം ഗാർഡ് ഒന്നും എപ്പോഴും ഇല്ല. ഹോം ഗാർഡ് പല സമയങ്ങളിൽ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. ഇനിയും ശാശ്വത പരിഹാരം കാണണം. ഗതാഗതം നിയന്ത്രിക്കുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവരുമെന്ന ചിറക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വാക്കും വെറും വാക്കായി മാറുന്ന കാഴ്ചയാണ് ദിവസവും പൊൻകുന്നം ടൗണിലും പരിസര റോഡുകളിലും കാണപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാചകവാതക വിലവർധനയ്ക്കൊപ്പം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും പിടിച്ചു നിൽക്കാനാവാതെ ഹോട്ടലുകൾ പ്രതിസന്ധിയിൽ. ഹോട്ടലുകളിൽ ചായ ഉൾപ്പെടെ എല്ലാ ഇനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. വിലവർധന കച്ചവടത്തെ സാരമായി ബാധിക്കുന്നതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില വർധനയ്ക്കൊപ്പം അവശ്യ സാധനങ്ങളുടെയും വില ഉയരുന്നത് ഹോട്ടലുകളുടെ നടത്തിപ്പിനെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. വാണിജ്യ സിലിണ്ടറുകൾക്ക് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 47% വില വർദ്ധിച്ചതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. സിലിണ്ടറുകൾ യഥേഷ്ടം ലഭിക്കാത്തതും സ്വകാര്യ ഏജൻസി വഴി ലഭിക്കുന്ന കുറ്റികൾക്ക് ഒരെണ്ണത്തിന് 3000-ലധികം വില നൽകേണ്ടി വരുന്നതും കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോട്ടലുകളിൽ ആഹാര സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് തങ്ങളെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ചായയ്ക്ക് 15 മുതൽ 20 രൂപ വരെയാണ് ഈടാക്കുന്നത്. ഗ്രാമനഗര വ്യത്യാസം ഇതിൽ അനുഭവപ്പെടുന്നു. ദോശയ്ക്കും പൊറോട്ടയ്ക്കും 15 രൂപ വരെ വാങ്ങുന്നു. സാധാരണ ഊണിന് 10 രൂപയിലധികം വർദ്ധിച്ച് 90 രൂപയാണ് ഈടാക്കുന്നത്. ഹോട്ടലുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായും വില വർധന കച്ചവടത്തെ ബാധിക്കുന്നതായും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഗ്യാസിൻ്റെ വില വർധന കാരണം സാധനങ്ങൾക്കെല്ലാം വിലയാണ്. എന്നാൽ നമുക്കൊരു പരിധി കൂടുതൽ അതിനനുസരിച്ച് ആവശ്യമായിട്ട് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഒപ്പം ഈ ഡീസൽ വില കാരണം പലചരക്ക് വ്യഞ്ജനങ്ങളുടെ എല്ലാ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. പൊതുജനം അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈവൻ പാലിന് വരെ വില വ്യത്യാസങ്ങളുണ്ട്. ഒരു ചായ 12 രൂപ അല്ലെങ്കിൽ 15 രൂപ, അതിലപ്പുറം നമുക്ക് എങ്ങനെ വില കൂട്ടുക പറ്റില്ല. 20 രൂപ ഒക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാർ നെറ്റി ചൊളിക്കുക. പലരും ഇത് മനസ്സിലാക്കുന്നില്ല. നേരത്തെ 1800 രൂപ വില കിട്ടിക്കൊണ്ടിരുന്ന ഗ്യാസ് ഇപ്പം നമുക്ക് കിട്ടണമെങ്കിൽ 3300 രൂപ വില കൊടുക്കണം. അതും സമയത്തൊട്ട് കിട്ടത്തുമില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് ഗ്യാസിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അവർ തോന്നുമ്പോൾ കിട്ടുന്ന വലിയ ചാർജ് ചെയ്യണം. കാരണം ഇത് നടന്നു പോകണ്ടേ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ തൊഴിലാളികൾ ഓർത്തിട്ട് മാത്രമാണ് ഇത് മുന്നോട്ട് ഓർത്തിക്കൊണ്ട് പോകുന്നത്. സാധനങ്ങളുടെ വിലക്കയറ്റം ഓരോ ദിവസം ചെല്ലുന്തോറും സാധനം ഇന്നെടുക്കുന്ന റേറ്റ് അല്ല നാളെ വരുന്നത്. ഞങ്ങൾ പാലിൻ്റെ വില കൂടുന്നത് തന്നെ, മിൽമയുടെ പാലിൻ്റെ വില കൂടുന്നു. പിന്നെ പലചരക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസത്തെ വർധനവ് നമുക്ക് ഇന്ന് തരുന്ന ഒരു രീതിയിലുമല്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹോട്ടൽ അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മെനുവിൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്തിയിരുന്നു. എല്ലാ ഹോട്ടലുകാരും പൊൻകുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോട്ടലുകളെല്ലാം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിധി വരെ ഒരു 1%-2% കൂടുതലൊന്നും വർധനവ് നമുക്ക് കൂട്ടാൻ സാഹചര്യം ഒത്തിട്ടില്ല. ഉപഭോക്താക്കളെയും ബാധിക്കുന്നുണ്ട്. കാരണം നേരത്തെ നമ്മൾ പൊറോട്ട സാധാരണ ഒരു കേരളീയരുടെ ഭക്ഷണം സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണ്. പൊറോട്ടയ്ക്ക് നമ്മൾ ഗ്രേവി സാമ്പാർ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം ഒരു 4 കിലോ 5 കിലോ പരിപ്പിൻ്റെ സാമ്പാർ അടിച്ചുകൊണ്ടിരുന്ന ഞങ്ങളിപ്പോൾ ഗ്രേവി ക്യാഷ് മേടിക്കാൻ തുടങ്ങി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ടെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. വില വർധനവ് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ അവരുടെ സാഹചര്യം കൂടെ നോക്കി കണക്കിലെടുക്കുമ്പോൾ നമുക്കത് അവരുടെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ സുഹൃത്തിനൊക്കെ ഹോട്ടലുണ്ട്, അടച്ചിട്ടേക്കുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്യാസൊക്കെ എടുക്കാൻ ഒത്തിരി പൈസ അധികമായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് എല്ലാവർക്കും വരും. അപ്പം അവർക്ക് ഭക്ഷണത്തിന് വില കൂട്ടുന്നതനുസരിച്ച് ആഹാരം കഴിക്കാൻ പറ്റുന്ന നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് സ്വകാര്യ ഏജൻസികൾക്ക് കൊയ്ത്ത് കാലമാണ് സമ്മാനിച്ചത്. നല്ല കച്ചവടം ലഭിക്കുന്നതായി ഏജൻസി ഉടമകൾ പറയുന്നു. ഞങ്ങളുടെ കച്ചവടത്തെ ശരിക്കും പറയുവാണെങ്കിൽ ബാധിച്ചിട്ടില്ലെന്ന് പറയാം. ഗവൺമെൻറ് സിലിണ്ടർ, കൊമേഴ്സ്യൽ സിലിണ്ടർ ഹോട്ടലുകളിൽ കൊടുക്കുന്നത് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ സപ്ലൈ കൂടുതലേ ഉള്ളൂ. ഡൊമസ്റ്റിക് കസ്റ്റമർ ആണെങ്കിലും കൂടുതൽ ആവശ്യക്കാർ വിളിക്കുക. ഗവൺമെൻറ് സിലിണ്ടറിന് ഇപ്പം 45 ദിവസം ബുക്കിംഗ് വെച്ചിരിക്കുന്നതുകൊണ്ട് ശേഷം ബുക്കിംഗ് ആകത്തുള്ളല്ലോ. അത്രയും നമുക്ക് പ്രൈവറ്റ് ഗ്യാസ് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നാളെ ആണെങ്കിലും കൊടുക്കാം, ഡൊമസ്റ്റിക് ആണെങ്കിലും കൊടുക്കാം. മറ്റേ ബുക്കിംഗ് 45 ദിവസമാണ്.
6 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൗസ് കണക്ഷൻ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കില്ല. മറ്റേ 45 ദിവസമാണ് ബുക്കിംഗ്. പെട്രോൾ ഡീസൽ വില വർധന അവശ്യ സാധനങ്ങളുടെ അടക്കം വില ഉയരാൻ കാരണമാകും. വരും ദിവസങ്ങളിലും ഹോട്ടൽ മെനുവിലെ സാധനങ്ങൾക്ക് ഇനിയും വില ഉയരാൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരം. മമ്മൂട്ടി ഉൾപ്പെടെ 3 പ്രമുഖർക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. മമ്മൂട്ടിയെ ആദരിക്കുക വഴി സർവകലാശാല തന്നെയാണ് ആദരിക്കപ്പെടുന്നതെന്ന് ഗവർണർ പറഞ്ഞു. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരം. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പ്രത്യേക ബിരുദദാന ചടങ്ങിൽ പ്രൗഢഗംഭീരമായ അന്തരീക്ഷത്തിലാണ് ചലച്ചിത്ര പ്രതിഭ മമ്മൂട്ടിക്ക് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചത്. മമ്മൂട്ടിക്കൊപ്പം നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ, പ്രമുഖ വാസ്കുലർ സർജൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർക്കും സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഡോക്ടറേറ്റുകൾ കൈമാറി. മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടനെ ആദരിക്കാൻ കഴിഞ്ഞത് സർവകലാശാല തന്നെ ലഭിച്ച വലിയൊരു ബഹുമതിയാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ പറഞ്ഞു. ഈ 3 പ്രതിഭകളുടെയും ജീവിതം വിജ്ഞാന സമ്പാദനത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും വേണ്ടിയുള്ള നിരന്തരമായ പ്രയാണത്തിന്റെ ഉദാഹരണങ്ങളാണെന്ന് ഗവർണർ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. ഇവരുടെ ജീവിതയാത്രയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സർവകലാശാലയിൽ നിന്നും നേടിയ അറിവ് സമൂഹത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കാൻ ബിരുദം നേടിയ വിദ്യാർത്ഥികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. So all these things are here and today we are celebrating it because of the achievements of the people who have been giving this. What I am thinking of is because of the achievement of these people, our next generation will be celebrating. Yes, we have got the heritage of the people, their performance, their efforts, their skills, their talents is our heritage. That is the matter of fact. We cannot ignore that. This fact cannot be ignored. So what we have to take today, some guidance, so their achievements, whatever I have achieved is not for me, it is for the society, it is for the public, and it is for the whole nation. That is the message they have given. We have to take this message from there. 4.5 പതിറ്റാണ്ട് നീണ്ട തന്റെ ചലച്ചിത്ര ജീവിതം പകർന്നു നൽകിയ അനുഭവങ്ങളെക്കുറിച്ചായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി പ്രസംഗം. സിനിമയും സമൂഹവും തനിക്ക് നൽകിയ സഹിഷ്ണുതയും സ്നേഹവും അംഗീകാരവും വിലമതിക്കാനാവാത്തതാണെന്ന് മമ്മൂട്ടി ഓർമ്മിപ്പിച്ചു. To become an actor, it was my childhood ambition, and that ambition was fulfilled 45 years ago. I am still struggling to be a good actor. This honor which I am given is, I think it's the third doctorate I am getting. First was from Kerala University and then Calicut University, now Mahatma Gandhi University. Cinema gave me a culture, humanity, softness, compassion, courage to struggle, dilute disappointments, and humility, which I am not known for, but I am very humble. യൂണിവേഴ്സിറ്റി പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി റോജി എം ജോൺ, വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദകുമാർ, രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ബിരുദദാന ചടങ്ങ് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റമ്പല സമർപ്പണവും നവീകരണ കലശാഭിഷേക മഹോത്സവവും നാളെ തുടങ്ങും. രാവിലെ 10:30 കാണിക്ക മണ്ഡപത്തിന്റെ സമർപ്പണ ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി വിനോദൻ നമ്പൂതിരി ഭദ്രദീപം പ്രകാശിപ്പിക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ചുറ്റമ്പലം സമർപ്പിക്കും. കൊച്ചിൻ കോവിലകം വലിയ രാജ ദാമോദര രാജ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. സിനി ആർട്ടിസ്റ്റ് ദേവനന്ദ ചടങ്ങിൽ പങ്കെടുക്കും. മെയ് 29 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് ശേഷം 25 കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും നടക്കും. മെയ് 31 ഞായറാഴ്ച രാവിലെ 6 മണി 5 മിനിറ്റിനും 7 മണിക്കും മധ്യേ ബിംബപ്രതിഷ്ഠ, കുംഭേശ കലശാഭിഷേകം, 25 കലശാഭിഷേകം എന്നിവ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും. 26 തീയതി രാവിലെ 2-ാം മൈലിൽ പുതിയതായി
പാലാ പൊൻകുന്നം റോഡിൽ പുതിയതായി നിർമ്മിച്ച കാണിക്ക മണ്ഡപത്തിൻ്റെ സമർപ്പണം രാവിലെ നടക്കും. വൈകുന്നേരം നടക്കുന്ന സമർപ്പണ സമ്മേളനം, ഭക്തജന സമ്മേളനത്തിൽ വെച്ചിട്ട് പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രം നാടിന് സമർപ്പിക്കുകയാണ്. അത് നാടിന് സമർപ്പിക്കുന്നത് ഇടപ്പള്ളി കോവിലകത്തിലെ വലിയ രാജ ദാമോദർ രാജയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി പുലിയന്നൂർമന അനുജൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രത്തിൻ്റെ സ്ഥപതിയായിട്ടുള്ള വേഴപ്പറമ്പ് പരമേശ്വരൻ നമ്പൂതിരി, നമ്മുടെ സുപ്രസിദ്ധ സിനി ആർട്ടിസ്റ്റായിട്ടുള്ള ദേവനന്ദ, അങ്ങനെ നിരവധിയായിട്ടുള്ള വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ മുൻ മാനേജർമാരെ ആദരിക്കുന്ന ചടങ്ങ്. അതിനുശേഷം തന്നെ അന്ന് തന്നെ പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തിരുവരങ്ങ് ഉണരുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ രീതിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികൾ, ചൊവ്വല്ലൂർ മോഹനവാര്യരെ പോലെയുള്ള മേളപ്രമാണിമാരുടെ മേളങ്ങൾ, ആ രീതിയിൽ വളരെ മനോഹരമായി 2-ാം തീയതി വരെ 2-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഈ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും റോഡപകടങ്ങൾ പെരുകാൻ കാരണമാകുന്നു. ഇന്നലെ പാലായിൽ വ്യത്യസ്തങ്ങളായ 3 അപകടങ്ങളാണ് ഉണ്ടായത്. വേനൽ മഴ ശക്തമായതോടെ അപകടങ്ങളും പെരുകി. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടമാക്കുന്നതും അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഇന്നലെ മാത്രം പാലായിൽ 3ഓളം അപകടങ്ങൾ ഉണ്ടായി. നിയന്ത്രണം വിട്ട KSRTC ബസ് വൈദ്യുത തൂണുകൾ ഇടിച്ചു തകർത്തു. പാലാ തൊടുപുഴ റോഡ് കാനാട്ടുപാറയ്ക്ക് സമീപമാണ് അപകടം ഉണ്ടായത്. ബസ് വൈദ്യുത തൂൺ ഇടിച്ചു തകർത്ത് ഓടയിൽ ചാടി. ഞായറാഴ്ച വെളുപ്പിന് 4 മണിയോടെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് യാത്രികരായ 6 പേർക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഇവരെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. കണ്ണൂരിൽ നിന്ന് പുനലൂർക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പാലാ മുണ്ടുപാലത്തെ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. രാമപുരം ഭാഗത്തു നിന്നുമെത്തിയ കാർ മുണ്ടുപാലം സ്കൂളിന് സമീപം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിർദിശയിലെത്തിയ ബസ്സിലിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ പോസ്റ്റ് ഇടിച്ച് തകർക്കുകയായിരുന്നു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പാലാ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കി ഗതാഗത തടസ്സം ഒഴിവാക്കി. ഉച്ചയ്ക്ക് 12:30 അപകടം. പാലാ പൊൻകുന്നം റോഡിൽ കുറ്റിലത്ത് ബൊലേറോ ജീപ്പ് പോസ്റ്റിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞു. ഉച്ചയ്ക്ക് 2:00 അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മഴയത്ത് ബ്രേക്ക് സ്ലിപ്പായതാണ് അപകട കാരണം. മഴക്കാലം തുടങ്ങിയതിനാൽ ഡ്രൈവിംഗ് ശ്രദ്ധിക്കണമെന്നും അമിത വേഗതയരുതെന്നും RTO ഉദ്യോഗസ്ഥരും പോലീസും നിർദ്ദേശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ദ്രാവിഡ വർഗ ഐക്യമുന്നണി 68ാമത് സ്ഥാപക ദിനാഘോഷം പൊൻകുന്നത്ത് നടന്നു. ദളിത് ലീഡേഴ്സ് ഫോറം ചെയർമാൻ PG ഗോപി, ദളിത് ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ഫോറം ചെയർമാൻ സാബു KP, AK വേണുഗോപാൽ, പ്രഭുരാജ് തിരുമേനി, വയലാർ രാജീവൻ, ഭീം ആർമി സ്റ്റേറ്റ് അധ്യക്ഷൻ രതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നീറനാനിയിൽ ഫിലിംസിന്റെ ബാനറിൽ സജി ഫ്രാൻസിസ് നിർമ്മിക്കുന്ന ലഹരിക്കെതിരെയുള്ള മലയാളം ഫീച്ചർ ഫിലിം പ്രദർശനത്തിന് ഒരുങ്ങുന്നു. കുമാരനെല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ സീനിയർ അധ്യാപകൻ അജി K സെബാസ്റ്റ്യൻ രചനയും സംഗീതവും സംവിധാനവും നിർവഹിച്ച് അണിയിച്ചൊരുക്കുന്ന ദ കിഡ് ഫൈറ്റേഴ്സ് എന്ന ആക്ഷൻ സിനിമയിലൂടെ കുട്ടികളും സമൂഹവും തിരിച്ചറിയേണ്ട ചതിക്കുഴികളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് സംവിധായകൻ അജി K സെബാസ്റ്റ്യൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ ഉള്ള ഒരു വലിയ സിനിമയാണ് ദ കിഡ് ഫൈറ്റേഴ്സ്. പോലീസ് അധികാരികൾ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, അങ്ങനെ സമൂഹത്തിലെ വിവിധ ഉദ്യോഗസ്ഥരും കുട്ടികളും അഭിനയിച്ചിരിക്കുന്ന ഒരു വലിയ സിനിമയാണ് ദ കിഡ് ഫൈറ്റേഴ്സ് എന്ന മൂവി. ഞങ്ങൾ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ഞങ്ങൾ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ആരംഭിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ ഉടനീളം സാമൂഹികമായിട്ടുള്ള വിപത്തിനെ പറ്റി, അതിനെതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നു. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാരും കണ്ടിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള സിനിമയാണ് ദ കിഡ് ഫൈറ്റേഴ്സ് എന്ന സിനിമ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു പ്ലാൻ അനുസരിച്ച് തൂഫാൻ, അതായത് ലഹരിക്കെതിരെ ഒരു വലിയ ഒരു മുന്നേറ്റമാണ്. അപ്പൊ അതിന് സപ്പോർട്ടീവ് ആകുന്നൊരു ധാരണയും കൂടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം ലഹരിയുടെ വേരിറക്കാൻ വേണ്ടിയുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു മുന്നേറ്റം അത് ശ്രദ്ധേയമാണ്. അതിന് ഞങ്ങളുടെ സിനിമയും സപ്പോർട്ട് ആകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പാലാ നെല്ലിയാനിയിലെ അനക്സ് കെട്ടിടം വെറുതെ കിടക്കുന്നു. പാലാ മിനി സിവിൽ സ്റ്റേഷനിൽ ഉൾപ്പെടുത്താത്ത ഓഫീസുകൾ ഒരു കുടക്കീഴിലാക്കുന്നതിന് വേണ്ടിയാണ് അനക്സ് കെട്ടിടം പണിതത്. പാലാ നഗരഹൃദയത്തിലെ മിനി സിവിൽ സ്റ്റേഷനിൽ ഉൾപ്പെടുത്താത്ത ഓഫീസുകൾ ഒരു കുടക്കീഴിലാക്കുവാനുള്ള പദ്ധതിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇതിനായി നിർമ്മിച്ച നെല്ലിയാനിയിലെ അനക്സ് കെട്ടിടം സജ്ജമാക്കുന്നതിലെ കാലതാമസമാണ് തിരിച്ചടിയാവുന്നത്. നിർമ്മാണം പൂർത്തിയായിട്ടും അവസാനഘട്ടത്തിൽ സജ്ജമാക്കേണ്ട സൗകര്യങ്ങൾ ഒരുക്കാത്തതാണ് നടപടികൾ ഇഴയുവാൻ കാരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചില നടപടികളെടുക്കുകയും ഉടൻ സജ്ജമാക്കുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു.
ഇതിനുശേഷം നടപടികൾ ഉണ്ടായില്ല. വാട്ടർ അതോറിറ്റിയിൽ തുകയടിച്ച് വെള്ളം സൗകര്യമൊരുക്കുവാൻ 32,000 രൂപ അനുവദിച്ച റവന്യൂ അധികൃതർ അറിയിച്ചിരുന്നു. ചെത്തുമറ്റത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന RT ഓഫീസാണ് പ്രധാനമായും ഇവിടേക്ക് മാറ്റുവാൻ ലക്ഷ്യമിട്ടിരുന്നത്. തിരഞ്ഞെടുപ്പ് ഓഫീസ്, റവന്യൂ വകുപ്പിന്റെ ലാൻഡ് അക്വസിഷൻ ഓഫീസ് തുടങ്ങിയവയും മാറ്റുവാൻ നടപടികൾ തുടങ്ങിയിരുന്നു. നിലവിൽ കെട്ടിടത്തിന് മുറ്റം കാട് കയറിയ നിലയിലാണ്. ഓഫീസ് മുറികളിൽ ക്യാബിൻ സംവിധാനവും ഫർണിച്ചറുകളും ഇനിയും സജ്ജമാക്കേണ്ടതുണ്ട്. ഇതിനുള്ള തുക അനുവദിക്കുവാൻ സർക്കാരിന് സമീപകാലത്ത് ശുപാർശ ചെയ്തിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. പാലായിൽ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ ജോയിന്റ് RT ഓഫീസ് ആവശ്യമായ സ്ഥല സൗകര്യങ്ങളുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും സ്ഥല സൗകര്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയിടം തുരുത്ത് ഒഴിപ്പിക്കലിൽ സർക്കാർ സാധാരണക്കാർക്കൊപ്പമെന്ന് മന്ത്രി റോജി എം ജോൺ. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരാൻ ചർച്ചകളിലൂടെ വഴിതേടും. കാഞ്ഞിരപ്പള്ളിക്ക് സമാനമായി പൊൻകുന്നം ടൗൺ ഗതാഗത കുരുക്കിൽ വലയുന്നു. റോഡരികിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ കർശന നടപടി വേണമെന്ന് ആവശ്യം. വാണിജ്യ പാചകവാതക വിലവർധനയും ലഭ്യതക്കുറവും. ഹോട്ടലുകൾ നടത്തിപ്പ് ബുദ്ധിമുട്ടിലേക്കെന്ന് ഹോട്ടൽ ഉടമകൾ. ആഹാര സാധനങ്ങളുടെ വിലവർധന കച്ചവടത്തെ ബാധിക്കുന്നതായും ആക്ഷേപം. മമ്മൂട്ടിക്ക് MG സർവകലാശാലയുടെ ആദരം. ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.